ബലിയേകുവാനായി അണയുന്നു ഞങ്ങൾ. കരുണാർദ്ര സ്നേഹം പകർന്നേകുനാഥ. കാഴ്ചയായേകാൻ ഇല്ലൊന്നും കൈകളിൽ ദാനമായി തന്നവ മാത്രം. ബലിയേകുവാനായി അണയുന്നു ഞങ്ങൾ. കരുണാർദ്ര സ്നേഹം പകർന്നേകുനാഥ. കാഴ്ചയായേകാൻ ഇല്ലൊന്നും കൈകളിൽ ദാനമായി തന്നവ മാത്രം. അണയാമൊരു മനമോടി വിരുന്നിൽ പെസഹ കുഞ്ഞാടിൻ സ്നേഹവിരുന്നിൽ. അനുഗ്രഹമൊഴുകും ഈ വിരുന്നിൽ കരുണാമയനീശോദൻ ദിവ്യവിരുന്നിൽ. കഥനം നിറഞ്ഞോരൻ ജീവിതയാഗം തിരുമുൻപിലേകിടാം നാഥ. കഥനം നിറഞ്ഞോരൻ ജീവിതയാഗം തിരുമുൻപിലേകിടാം നാഥ. കരുണാമയൻ തൻ കനിവേറും ദാനം നുകരാമൊരു മനമോടിന്ന്. കരുണാമയൻ തൻ കനിവേറും ദാനം നുകരാമൊരു മനമോടിന്ന്. അണയാമൊരു മനമോടി വിരുന്നിൽ പെസഹ കുഞ്ഞാടിൻ സ്നേഹവിരുന്നിൽ. അനുഗ്രഹമൊഴുകും ഈ വിരുന്നിൽ കരുണാമയനീശോദൻ ദിവ്യവിരുന്നിൽ. സുകൃതം നിറച്ചിടാം ജീവിത വഴിയിൽ ഹൃദയം ഒരു ബലിവേദിയാക്കാം. സുകൃതം നിറച്ചിടാം ജീവിത വഴിയിൽ ഹൃദയം ഒരു ബലിവേദിയാക്കാം. അപരാധമെല്ലാം അനുതാപമോടെ തിരുമുൻപിലേറ്റു ചൊല്ലിടാം. അപരാധമെല്ലാം അനുതാപമോടെ തിരുമുൻപിലേറ്റു ചൊല്ലിടാം. ഈശോയിൽ സ്നേഹമുള്ള പ്രിയ മരിയ ഭക്തരായ തീർത്ഥാടകരെ, നിങ്ങൾക്ക് ഏവർക്കും ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്കും ഈ പരിശുദ്ധ ബലിയർപ്പണത്തിലേക്കും സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും ഷ്രൈൻ വെബ് TV-യിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഇന്നത്തെ പരിശുദ്ധ കുർബാനയ്ക്കായി കഴിഞ്ഞ ദിവസങ്ങളിലായി നിയോഗങ്ങൾ നൽകിയിട്ടുള്ളവർക്ക് വേണ്ടിയും പ്രത്യേകമായി ബലിയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, പെസഹ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിനും പരിശുദ്ധാത്മാവിൻ്റെ ആഗമന തിരുനാളിനും വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. വളരെ വിശേഷപ്പെട്ട അഭിഷേകമുള്ള ഒരു കാലയളവാണ്. നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. നമ്മൾ കർത്താവിൻ്റെ രക്തത്താൽ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ നടപടി പുസ്തകം 15-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമാണ്, എൻ്റെ ജീവൻ വചനത്തിന് വേണ്ടി, അങ്ങേക്ക് വേണ്ടി ഞാൻ പണയപ്പെടുത്തിയിരിക്കുക, അങ്ങ് തന്നിരിക്കുക.
അപ്പം നമ്മൾ മാമോദീസയിലൂടെ ഓരോ കുദാശകളിലൂടെ നമ്മുടെ ജീവിതം കർത്താവിന് കൊടുത്തിരിക്കുക. അത് വീണ്ടും നവീകരിക്കാനും ആ പ്രതിഷ്ഠ അതിനെക്കുറിച്ച് ഓർക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ബലിയർപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ നല്ല ഭയഭക്തി ആദരവോടെ സ്കാഫൊക്കെ ധരിച്ച് ഷോളൊക്കെ ധരിച്ച് നല്ല വസ്ത്രത്തിൽ, അത് നമ്മുടെ ഒരു കടമയാണ്. കാരണം ജീവൻ പണയം കൊടുത്തിരിക്കുക. അങ്ങ് പറഞ്ഞ പോലെ ഞാൻ ചെയ്തോളാം, അങ്ങക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ളവർക്കാണ് ഉദ്ധിതൻ ഒരു സമ്മാനം തന്നിട്ട് പോവും. അങ്ങനെയുള്ളവർക്കാണ് പരിശുദ്ധാത്മ അഭിഷേകം. നമുക്ക് ഈ കുർബാന ഏറ്റവും അഭിഷേകമുള്ളതായി മാറട്ടെ. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പെസഹാ രഹസ്യത്തോട് സമ്യക്കായി അനുരൂപപ്പെടാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ സന്തോഷത്തോടെ ഞങ്ങൾ അനുഷ്ഠിക്കുന്നവ നിരന്തര ശക്തിയാൽ ഞങ്ങളെ പരിപാലിക്കുകയും രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അക്കാലത്ത് തങ്ങളിൽ നിന്നും ചിലരെ തിരഞ്ഞെടുത്ത് ബർന്നബാസിനോടും പൗലോസിനോടുമൊപ്പം അന്ത്യോക്യയിലേക്ക് അയക്കുന്നത് നന്നായിരിക്കുമെന്ന് അപ്പോസ്തലന്മാർക്കും ശ്രേഷ്ഠന്മാർക്കും സഭയ്ക്കും മുഴുവനും തോന്നി. സഹോദരന്മാരിൽ നിന്നും നേതാക്കന്മാരായിരുന്ന ബാർസബാസ് എന്ന് വിളിക്കുന്ന യൂദാസിനെയും സീലാസിനെയും ഒരു എഴുത്തുമായി അവർ അയച്ചു. എഴുത്ത് ഇപ്രകാരമായിരുന്നു: അപ്പോസ്തലന്മാരും ശ്രേഷ്ഠന്മാരുമായ സഹോദരന്മാർ, അന്ത്യോക്യയിലെയും
സിറിയയിലെയും കിലിക്യായിലേയും വിജാതിരിയിൽ നിന്നുള്ള സഹോദരരായ നിങ്ങൾക്ക് അഭിവാദനം അർപ്പിക്കുന്നു. ഞങ്ങളിൽ ചിലർ പ്രസംഗങ്ങൾ മുഖേന നിങ്ങൾക്കു മനഃശാഞ്ചല്യം വരുത്തിക്കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചുവെന്ന് ഞങ്ങൾ കേട്ടു. ഞങ്ങൾ അവർക്ക് യാതൊരു നിർദ്ദേശവും നൽകിയിരുന്നില്ല. അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചിലരെ നമ്മുടെ പ്രിയപ്പെട്ട ബർണബാസിനോടും പൗലോസിനോടൊപ്പം നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞങ്ങൾ ഏകകണ്ഠമായി തീരുമാനിച്ചു. അവർ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി സ്വന്തം ജീവനെ പോലും പണയപ്പെടുത്തിയിരിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ യൂദാസിനെയും സീലാസിനെയും അയച്ചിരിക്കുന്നു. ഈ കാര്യങ്ങൾ തന്നെ അവർ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും. താഴെ പറയുന്ന അത്യാവശ്യ കാര്യങ്ങളെക്കാൾ കൂടുതലായി ഒരു ഭാരവും നിങ്ങളുടെ മേൽ ചുമത്താതിരിക്കുന്നതാണ് നല്ലതെന്നു പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച വസ്തുക്കൾ, രക്തം, കഴുത്തുഞെരിച്ച് കൊല്ലപ്പെട്ടവ, വ്യഭിചാരം എന്നിവയിൽ നിന്നും നിങ്ങൾ അകന്നിരിക്കണം. ഇവയിൽ നിന്ന് അകന്നിരുന്നാൽ നിങ്ങൾക്ക് നന്ന്. മംഗളാശംസകൾ. അവർ യാത്ര തിരിച്ച് അന്ത്യോക്യയിൽ എത്തി. ജനങ്ങളെ മുഴുവൻ വിളിച്ചുകൂട്ടി എഴുത്ത് അവരെ ഏൽപ്പിച്ചു. അവർ ഉപദേശം വായിച്ച് സന്തുഷ്ടരായി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും. കർത്താവേ, കർത്താവേ, ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും. അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും. എൻ്റെ ഹൃദയം അചഞ്ചലമാണ്. ദൈവമേ, എൻ്റെ ഹൃദയം അചഞ്ചലമാണ്. ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും. എൻ്റെ ഹൃദയമേ, ഉണരുക. വീണയും കിന്നരവും ഉണരട്ടെ. ഞാൻ പ്രഭാതത്തെ ഉണർത്തും. കർത്താവേ, കർത്താവേ, ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും. കർത്താവേ, ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും. ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. അങ്ങയുടെ കാരുണ്യം ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവും വലുതാണ്. കർത്താവേ, കർത്താവേ, ഞാൻ ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും. കർത്താവേ, ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്നും കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഇതാണ് എൻ്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല. കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി.
ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഏറ്റവും വലിയൊരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്വന്താക്കണമെന്നൊക്കെ തോന്നും. ഇല്ല, ഭയങ്കര നമുക്കില്ലാത്തൊരു കാര്യം നമുക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് തോന്നും. ചിലപ്പോൾ ഇങ്ങനെ വഴി കൂടെയൊക്കെ പോകുമ്പോൾ ചില വീട്ടുമുറ്റത്ത് നല്ല ചെടികളൊക്കെ കാണുമ്പോൾ ചിലർ കട്ടെടുക്കും. അത് നമുക്കത് പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ നല്ലതെന്ന് തോന്നിയത് കൊണ്ടാണ്. ഈശോ തൻ്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, പൈസ കൊടുത്ത് വാങ്ങിച്ചിരിക്കുക നമ്മളെ. അത് 1 കൊരിന്ത്യസ് 6:20 അത് പറയുന്നുണ്ട്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. 1 കൊരിന്ത്യസ് തന്നെ 7-23 വാക്യത്തിൽ നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ മനുഷ്യരുടെ അടിമകളാകരുത്. അപ്പോൾ അത് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് പൗലോസ് അപ്പോസ്തലൻ അവർ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്നത്, നടപടി പുസ്തകം 15-26 വാക്യം, നടപടി 15:26, അവർ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി സ്വന്തം ജീവനെപ്പോലും പണയപ്പെടുത്തിയിരിക്കുകയാണല്ലോ. കർത്താവ് നമ്മളെ വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ മുഴുവൻ അങ്ങോട്ട് കൊടുത്തിരിക്കുക. ഇല്ല, നമ്മളൊരു വീട് പണയപ്പെടുത്തി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമല്ല, നമ്മൾ ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. നമ്മളെക്കൊണ്ട് സാധിക്കാത്തത് കൊണ്ട്, നമ്മളെക്കൊണ്ടത് സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് പണയപ്പെടുത്തിയിരിക്കുക. അതുപോലെയാണ് ഇന്നത്തെ വചനം പറയുക, നമ്മൾ അത് പണയപ്പെടുത്തുക. ഇത് പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ സുന്ദരമാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം. ഇന്നത്തെ 1-ാം വായനയിൽ തന്നെ അത് 28 വാക്യത്തിൽ പറയുന്ന കാര്യമാണ്, പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി. ഈ ഒരു പ്രയോഗം പലതവണ നടപടി പുസ്തകത്തിലുണ്ട്. പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാണ്. ഇങ്ങനെ പണയപ്പെടുത്താൻ സാധിക്കുക, ദൈവത്തിന് എന്നെ കൊടുക്കാൻ സാധിക്കുക, എൻ്റെ കാര്യം അങ്ങ് നോക്കിക്കോ എന്ന് പറഞ്ഞ് കൊടുക്കാൻ സാധിക്കുക. കാരണം ഈശോ വിലയ്ക്ക് വാങ്ങിയിരിക്കുക നമ്മളെ. ദൈവം സ്വന്തമാക്കിയവരെ ഒരാൾ തട്ടിക്കൊണ്ടുപോകും. ദൈവം സ്വന്തമാക്കിയവരെ, അതായത് പിശാച് തട്ടിക്കൊണ്ടുപോകും നമ്മളെ. കാരണം ദൈവം സ്വന്തമാക്കിയിരിക്കുക. അതുകൊണ്ടാണ് പിശാച് പല വിധത്തിൽ നമ്മളെ പ്രലോഭിപ്പിക്കും. ദൈവത്താൽ സ്വന്തമാക്കപ്പെട്ടവരാണ്. മാമോദീസയിലൂടെ, കുർബാനയിലൂടെ, കുംഭസാരത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിവാഹമെന്ന കൂദാശയിലൂടെ ദൈവത്താൽ സ്വന്തമാക്കപ്പെട്ടവരാണ്. അപ്പോൾ പിശാചിനത് കണ്ണുകടിയാണ്, പിശാച് സഹിക്കില്ല. അത് പറുദീസയിൽ വളരെ വ്യക്തമാണ്, നമുക്കറിയാമല്ലോ. ദൈവം സ്വന്തമാക്കിയതിനെ പിശാച് തന്ത്രപൂർവ്വം വന്ന് കീഴടക്കി. അപ്പോൾ നമ്മൾ വെറുതെ ചിന്തിച്ചാൽ മതി. നമ്മൾ ആദ്യ കുർബാന സ്വീകരണത്തിന് പള്ളി വന്നതെന്ന് ഓർത്ത് വയ്ക്കുക. എന്നാ ഭയഭക്തിയാ, സ്കാഫൊക്കെ ധരിച്ച്, ഇല്ലേ, നല്ല ഭംഗിയായിട്ടല്ല നമ്മൾ വന്നത്. അത് സ്ത്രീകളും ശിരോവസ്ത്രവും എന്ന ടൈറ്റിലോടുകൂടി 1 കൊരിന്ത്യസ് 11-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുന്ന കാര്യമാണ്. ഈ സ്വജീവനെ പോലും പണയപ്പെടുത്തിയിരിക്കുന്നവൻ പറയുന്ന കാര്യമാണ്. സ്വജീവനെ പോലും ദൈവത്തിന് മുഴുവൻ കൊടുത്തിരിക്കുന്നവനാണ് ഈ പറയുന്നത്. മനസ്സിലായോ? അപ്പം നമുക്ക് ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങി തൻ്റെ രക്തത്താൽ, എന്നിട്ട് പദവികൾ തന്നു. മാമോദീസയിലൂടെ, കുംഭസാരത്തിലൂടെ അക്രൈസ്തവർക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റില്ല. അപ്പം നമുക്കതെല്ലാം പദവികൾ തന്നിരിക്കുക. പദവികൾ തന്നിട്ട് പദവിയുടെ ചില രീതികളുണ്ട്. പദവിക്ക് ചേർന്ന വസ്ത്രം ഇല്ലേ, അങ്ങനെയാണ്. പദവിക്ക് ചേർന്ന വസ്ത്രം, മാമോദീസയിലൂടെ വെള്ള വസ്ത്രം. അപ്പം നമ്മൾ ഈശോ തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങപ്പെട്ട നമ്മൾ ദൈവത്തിന് സ്വന്തമായിട്ട് അങ്ങോട്ട് എടുത്തോ കർത്താവേ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടിരിക്കുന്നതിന് പകരം നമ്മുടെ സ്കാഫൊക്കെ ഊരി മാറ്റി. അപ്പം പിശാചിൻ്റെ ലക്ഷ്യം എന്താ? സ്കാഫ് ഇടരുത്, ഇവർ സ്കാഫ് ഇട്ട് പള്ളിയിൽ വരരുത് എന്നാണ് പിശാചിൻ്റെ ലക്ഷ്യം. ട്രൗസർ ഉടുത്ത് പള്ളി വരണം, ഇവരെ പള്ളിയിൽ കയറ്റരുത്, ഇങ്ങനെ പള്ളിക്ക് പുറത്ത് നിർത്തണം, ഇവനെ ദേവാലയത്തിന് ചേരാത്ത വസ്ത്രം ധരിപ്പിച്ച് ഇവനെ വിടണം
ഇന്ന് പിശാചിൻ്റെ കെണിയാ. കാരണം പിശാചിനെ ദൈവമക്കളെ തട്ടിക്കൊണ്ടുപോവുക, അതാണല്ലോ പിശാചിൻ്റെ പരിപാടി. ദൈവമക്കളെ തട്ടിക്കൊണ്ടുപോവുക, ദൈവമക്കളെ ദൈവാരാധന പിന്തിരിപ്പിക്കുക. ദൈവാരാധന നടത്തിയാൽ ദൈവമക്കൾ രക്ഷപ്പെടും. രക്ഷപ്പെടുത്തരുത്. സങ്കടത്തിലും ദുരിതത്തിലും കഴിയണം, പിറുപിറുപ്പിലും കുറ്റം പറച്ചിലും വിമർശനത്തിലും കഴിയണം. ഇവർ നശിക്കണം. ഇവരിങ്ങനെ പറഞ്ഞ് ഇവരിങ്ങനെ സ്വന്തം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പഴിചാരി സ്വന്തം കുറ്റം മറ്റുള്ളവരുടെ മേൽ ചുമത്തിയൊക്കെ ഇവരിങ്ങനെ നശിക്കണം. അതാണ് പിശാചിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് പർദീസയിൽ അത് സാത്താൻ വിജയിച്ചു. ആദം നീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ആദം പറയുന്ന കാര്യം, പിതാവേ സോറി പിതാവേ, ഒരു തെറ്റുപറ്റിപ്പോയി എന്ന് പറയാമായിരുന്നു. പക്ഷെ അതിന് പകരം നീ എനിക്ക് കൂട്ടുതന്ന സ്ത്രീ, പഴിചാരൻ. അപ്പം പിശാച് വിജയിച്ചു. നമ്മളെക്കൊണ്ട് ദൈവാരാധനയുടെ ഭയഭക്തി ആദരവോടെ പങ്കു ചേർപ്പിക്കാതിരുന്നാൽ പിശാച് വിജയിച്ചു. നമ്മൾ ഏത് സംസ്കാരം എടുത്തു നോക്കി, ഏത് മതം സംസ്കാരങ്ങൾ എടുത്തു നോക്കിക്കുക, അവരുടെ റിലീജിയോസിറ്റി അവരത് നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നമ്മുടെ റിലീജിയോസിറ്റി, മതാത്മകത, മതം നമ്മുടെ ഈ വിശ്വാസ ജീവിത ശൈലി നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടേ? അത് നമ്മൾ ചെയ്യേണ്ടതാണ്. അതാണ് അപ്പം പരിശുദ്ധാത്മാവ് ആണ് നമ്മളിത് പ്രേരിപ്പിക്കേണ്ടത്. പരിശുദ്ധാത്മാവാണ് നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. അതാണ് പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്ക് തോന്നി എന്ന് പറയുന്നത്. ഇങ്ങനെ സ്വന്തം രക്തത്താൽ ഈശോ നമ്മളെ വിലയ്ക്ക് വാങ്ങിയ ബോധമുള്ള സാവൂള് പൗലോസായി മാറിക്കഴിഞ്ഞപ്പോൾ അത് നടപടി പുസ്തകം 9-ാം അധ്യായം 17-ാം വാക്യത്തിലാണ്. 17-ാമത്തെ വാക്യത്തിൽ അനനിയാസ് എന്ന ആ ഭവനത്തിൽ പ്രവേശിച്ച് അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരനായ സാവൂൾ, മാർഗമധ്യം നിനക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവായ യേശു നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിനും നീ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു. ഉടൻ തന്നെ ചെതുമ്പല് പോലെ എന്തോ ഒന്ന് അവൻ്റെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീഴുകയും അവന് കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ എഴുന്നേറ്റ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അനന്തരം അവൻ ഭക്ഷണം കഴിച്ച് ശക്തി പ്രാപിക്കുകയും ദമാസ്കസിലെ ശിഷ്യന്മാരോടുകൂടെ കുറേ ദിവസം താമസിക്കുകയും ചെയ്തു. അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകൾ പ്രഘോഷിക്കാൻ തുടങ്ങി. കണ്ട, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ അത് നടപടി പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മളോട് പറയുന്നത്, അത് ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി സ്വന്തം ജീവനെപ്പോലും പണയപ്പെടുത്തിയിരിക്കുന്നവരാണ്. പണയപ്പെടുത്തുക, ദൈവത്തിന് എന്നെ കൊടുക്കുക, ഇത് പരിശുദ്ധാത്മാവാണ് പ്രേരിപ്പിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഈ പണയപ്പെടുത്തുക എന്ന് പറയുന്ന വാക്കുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരു വാക്ക് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അച്ചാരം. അച്ചാരം അച്ചാരം എന്ന വാക്ക്, അത് ഗ്രീക്ക് പദം അറബോൺ. അറബോൺ അതിൻ്റെ അർത്ഥം അത് ടോക്കൺ കൊടുക്കുക, പകിടി കൊടുക്കുക, അഡ്വാൻസ് കൊടുക്കുക, മുൻകൂർ തുക കൊടുക്കുക. അതാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം വേണം, നമുക്കൊരു കടമുറി കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ വേളാങ്കണ്ണി ബിസിനസ് നടത്താൻ ആഗ്രഹിക്കുന്നവർ ഒരു മുറി കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ മുറി എനിക്ക് വേണം. ഇപ്പോൾ റൂം റെൻറ്റിന് അത് കൊടുക്കാനോ അല്ലെങ്കിൽ ഏതിനെങ്കിലും ആ മുറി കണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് കൊടുക്കും, ലക്ഷങ്ങൾ അഡ്വാൻസ് കൊടുക്കും. എന്നിട്ട് ഇത് ആർക്കും കൊടുക്കരുത്, എനിക്ക് വേണമെന്ന് പറയും. അതാണ് അച്ചാരം എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ 2 കൊറിന്തോസ് 1:22 അവിടെ നിന്ന് നമ്മിൽ തൻ്റെ മുദ്ര പതിക്കുകയും അച്ചാരമായി തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. അതായത് ആദ്യ ഗഡുവായിട്ട് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുക. ആദ്യ ഗഡു 2 കൊറിന്തോസ് 5:5 ഈ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ ഒരുക്കിയത് ആത്മാവിന് അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ്. ആത്മാവിനെ അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ്. ഇനി എഫേസ്യർ 1:14 അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. അപ്പം ദൈവം നമ്മളെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയതാണ്. ഇനി പരിശുദ്ധാത്മാവിനെ കൂടി തന്നിട്ട് പറയാണ്, എടാ മോനെ, എനിക്ക് വേണോടാ നിന്നെ, നീ നഷ്ടപ്പെടരുത്. ഞാൻ ആദ്യ ഗഡുവായിട്ട് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുക, നീ നഷ്ടപ്പെടരുത്. നിന്നെനിക്ക് വേണോടാ, നിന്നെനിക്ക് വേണം, നിന്നെ മുഴുവനായിട്ട് വേണം. നീ മുഴുവനായിട്ടില്ല, ഇപ്പൊ നീ മുഴുവനായിട്ട് എനിക്ക് നിന്നെ തന്നെ നീ തന്നിട്ടില്ല, പക്ഷെ നിന്നെ എനിക്ക് വേണം. അതുകൊണ്ട് നിനക്ക് തന്നെ പകടി തന്നിട്ട് പരിശുദ്ധാത്മാവിനെ അച്ചാരമായിട്ട് തന്നിട്ട് നിന്നെ ഞാൻ വിലക്ക് വാങ്ങിയിരിക്കാം. നിന്നെ എനിക്ക് മുഴുവനായിട്ട് വേണോടാ. നീ എന്നാടാ മുഴുവനായിട്ട് എനിക്ക് തരിക? നീ എന്നാണ് എനിക്ക് മുഴുവനായിട്ട് എൻ്റെ മുന്നിൽ നിന്നെ തന്നെ ഒന്ന് സമർപ്പിക്കുക?
ഇത് കർത്താവിൻ്റെ ഒരു വേദനയാണ്. കർത്താവ് കാത്തിരിക്കുക, പകിടിയും തന്ന് കാത്തിരിക്കുക. അതായത് സാധാരണ ഓണർക്കാണ്, മുറിയുടെ ഓണർക്കാണ് പകിടി കൊടുക്കുക. ഇത് നമുക്ക് തന്നെ തന്നിരിക്കുക, നമ്മളെ സ്വന്തമാക്കാൻ വേണ്ടി നമുക്ക് തന്നെ പകിടി തന്നിരിക്കുക. ഒന്നോർത്ത് നോക്കിയാൽ, അപ്പോഴാണ് പകിടി തന്ന് സ്വന്തമാക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കർത്താവിന് മുമ്പിൽ ഷോർട്സ് ധരിച്ച് പള്ളി വരിക, സ്കാഫ് ധരിക്കാതെ പള്ളി വരിക, മദ്യപിക്കാൻ പോവുക, വ്യഭിചാരം ചെയ്യാൻ പോവുക, വിവാഹേതര ബന്ധങ്ങൾക്ക് പോവുക, ദുരാചാരം ചെയ്യാൻ പോവുക. കർത്താവ് കാത്തിരിക്കുക വരുന്നത് വരെ. അതാണ് ഈ ഒരു വേദന നമ്മൾക്ക് മനസ്സിലാക്കണം. പിശാച് നോട്ടമിട്ടിരിക്കുന്നത് അറിയാമല്ലോ. ഈ ഇത്രയും വില കൊടുത്ത് സ്വന്തം രക്തം ചിന്തി രക്ഷിച്ച ജനത്തെ തട്ടിക്കൊണ്ടുപോകാൻ പിശാച് നോക്കിയിരിക്കുക. അതുകൊണ്ടാണ് ദാവീദ് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ, അത് സങ്കീർത്തനം 51 സങ്കീർത്തനം 51:11 ഇങ്ങനെ പറയുകയാണ്, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എടുത്തോണ്ട് പോകല്ലേ, എനിക്ക് ആദ്യ ഗഡുവായി തന്നിരിക്കുന്ന പണം തിരികെ എടുക്കല്ലേ. ആദ്യ ഗഡു തന്നിരിക്കുക, ഇനി എനിക്ക് ഈ മുറി വേണ്ട, ഇനി എനിക്ക് ഈ മുറി വേണ്ട എന്ന് പറഞ്ഞാൽ അത് തിരിച്ചെടുക്കാമല്ലോ. തന്ന ഓണർക്ക് തിരിച്ചെടുക്കാം. ദൈവമാണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് ആദ്യ ഗഡുവായിട്ട്. നിന്നെ കൊണ്ട് ഗുണമില്ലെന്ന് കണ്ടാൽ ആ ആദ്യ ഗഡു തിരിച്ചെടുക്കാം. എനിക്ക് വേണ്ട ചേട്ടാ, ആ മുറി എനിക്ക് വേണ്ട, എനിക്ക് ഞാനിവിടെ ബിസിനസ് ചെയ്താൽ വിജയിക്കല എന്ന് കണ്ടിട്ട് ആ മുറി ഇന്ന് പിന്മാറാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ പിശാച് നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തമാക്കരുത്, ഇവനെ ദൈവത്തിൻ്റെ സ്വന്തമാക്കരുത് എന്ന് കരുതി പിശാച് ഇങ്ങനെ നടക്കുക. ഇന്നത്തെ സുവിശേഷത്തിൽ യോഹന്നാൻ 15:16 പറയുന്ന കാര്യമാണ്, നമ്മളങ്ങനെ വെറുതെ തൊടിയിച്ചൊന്നും പോയിട്ട് കാര്യമില്ല മക്കളെ. 15:16 പറയുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ഫലം പുറപ്പെടുവിക്കുന്നതിനും ഫലം അത് നിലനിർത്തുന്നതിനും വേണ്ടി, അതിനാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫലമുണ്ടോ? മാമോദിസ സ്വീകരിച്ചതിൻ്റെ ഫലമുണ്ടോ? കുമ്പസാരിച്ചതിൻ്റെ ഫലമുണ്ടോ? കുർബാന സ്വീകരിച്ചതിൻ്റെ ഫലമുണ്ടോ? വിവാഹം എന്ന കൂദാശ സ്വീകരിച്ചതിൻ്റെ ഫലമുണ്ടോ? സ്ഥൈര്യലേപനം സ്വീകരിച്ചതിൻ്റെ ഫലമുണ്ടോ? നന്മതിന്മകളെ വേർതിരിച്ചറിഞ്ഞ് നന്മയിൽ ഉറച്ചു നിൽക്കാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന കൂദാശയാണ് സ്ഥൈര്യലേപനം. എന്നിട്ട് ഏത് നന്മയിലാണ് ഉറച്ചു നിന്നത്? സ്വയം ആത്മപരിശോധന ചെയ്യാം. നിലനിന്നോ? ഫലം നിലനിന്നോ? ഫലം നിലനിർത്തിയോ? ഫലം പുറപ്പെടുവിച്ചോ? അപ്പോ ഗുണമുണ്ടോ? ഇല്ല. ഫലം തരാത്ത വൃക്ഷത്തിനെ വെട്ടി തീയിലെറിയപ്പെടും. അപ്പൊ പകിടി തിരിച്ചെടുത്താലോ? കർത്താവേ തിരിച്ചെടുക്കല്ലേ കർത്താവേ, ഞാൻ നന്നായിക്കോളാം കർത്താവേ എന്ന് പറ. ഞാൻ നന്നായിക്കോളാം. അതാണ് പന്നിക്കൂട്ടിലേക്ക് പരിശുദ്ധാത്മാവിനെ വിട്ടു അപ്പൻ. പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ വിട്ടു. ലൂക്ക 15:10 അപ്പോൾ അവന് സുബോധമുണ്ടായി. അല്ലെങ്കിൽ എങ്ങനെ വരും? പന്നിക്കൂട്ടി കിടക്കുന്നവൻ എങ്ങനെ തിരികെ വരും? അസാധ്യമായ കാര്യമാണ്. പന്നിക്കൂട് വിട്ട് എങ്ങനെ വരും? ഒന്നുകിൽ ഭയം, അപ്പൻ വീട്ടിൽ കയറ്റുമോ എന്ന ഭയം. പിന്നെ ആരും നീ പൊയ്ക്കോ, നീ വീട്ടിൽ പൊയ്ക്കോ, ഇവിടെ കിടന്ന് അലയല്ലേ എന്ന് പറയുന്ന ആരുമില്ല. ഒരു പ്രോത്സാഹനം തരാൻ പോലും ആരുമില്ല. അപ്പൊ പിന്നെ എങ്ങനെ പന്നിക്കൂട്ടിന്ന് വരും? അത് ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചതാണ്. അതുകൊണ്ട് നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി നിനക്ക് തന്നിരിക്കുന്ന ആദ്യ ഗഡു അത് മൂല്യമുള്ളതായി മാറട്ടെ. പരിശുദ്ധാത്മാവ് നിന്നെ പൂർണ്ണമായിട്ട് സ്വന്തമാക്കട്ടെ. പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന നിനക്ക് പരിശുദ്ധാത്മാവ് നിരവധിയായിട്ട് വന്ന് നിറയട്ടെ. അങ്ങനെ സുവിശേഷ വേല ചെയ്യാൻ, ദൈവമായ കർത്താവിനെ ഏറ്റുപറയാനുള്ള ആ ഒരു അഭിഷേകം പോലും നിനക്ക് ലഭിക്കട്ടെ. സാവോളിനുമേലെ മിന്നൽ പിണരായി അഭിഷേകമൊഴുക്കിയ പോലെ, സാവോളിനുമേലെ മിന്നൽ പിണരായി അഭിഷേകമൊഴുക്കിയ പോലെ, സ്റ്റെഫാനോസിൽ നിറഞ്ഞ് മരണത്തിനു മുൻപിൽ സ്വർഗം നീ തുറന്നതുപോലെ, സ്റ്റെഫാനോസിൽ നിറഞ്ഞ് മരണത്തിനു മുൻപിൽ സ്വർഗം നീ തുറന്നതുപോലെ, തീനാവായി കാറ്റൊലിയായി വന്നണയൂ ആത്മാവേ, പാവന റൂഹായേ.
വന്നണയൂ ആത്മാവേ പാവന റൂഹായേ തീനവായി കാറ്റൊലിയായി വന്നണയൂ ആത്മാവേ പാവന റൂഹായേ. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയമേ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധ മറിയമേ, പരിശുദ്ധാത്മാവിൽ എന്നും നിറഞ്ഞ് അഭിഷേകത്തിൽ നല്ല അന്തസ്സോടുകൂടെ കത്തോലിക്ക വിശ്വാസ ജീവിതം അഭിമാനത്തോടെ ജീവിക്കാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ. നിറമിഴിയോടെ ഞാനിടുന്നു സ്വീകരിക്കണമെൻ നൊമ്പരങ്ങൾ വിയർപ്പിനാൽ നേടിയ സമ്പാദ്യവും കാഴ്ചയായിടാം ഈ ബലിയിൽ ഉയർത്താതെ നീട്ടും മനതാരിലും കൃപമാരി ചൊരിയൂ അലിവോടെ നീ. പ്രിയ സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ കാണിക്കകൾ ദയാപൂർവം വിശുദ്ധീകരിക്കുകയും ആത്മീയ ബലിയുടെ അർപ്പണം സ്വീകരിച്ച ഞങ്ങളെ തന്നെ അങ്ങേക്ക് നിത്യമായ കാണിക്കയാക്കി തീർക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങയെ മഹാമഹിമയോടെ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്നാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന യഥാർത്ഥ കുഞ്ഞാട്. അവിടുന്ന് മരിച്ചുകൊണ്ട് ഞങ്ങളുടെ മരണം സംഹരിക്കുകയും പുനരുത്ഥാനം ചെയ്തുകൊണ്ട് ഞങ്ങളെ പുനരുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹിമയെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവ് ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓസാന ഓസാന
ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഭയഭക്തി ആദരവോടെ നമുക്ക് ഈ സ്തോത്രയാഗ പ്രാർത്ഥനയിൽ പങ്കുചേരാം. ലറ്റിൻ ക്രമം അനുസരിച്ച് മുട്ടുകുത്തി നിന്ന് പങ്കുചേരേണ്ട കർമ്മമാണ്. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി
ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളേറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്നും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയോർക്കേണമേ. ഞങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ സഹാരാജ് മെത്രാനോടും വൈദികണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ എതിർകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദേവമാതാവായ പരിശുദ്ധകന്യകാമറിയത്തോടും കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹ അപ്പസ്തലരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിസ്തരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതുപോലെ നമുക്ക് എഴുന്നേറ്റുന്നുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന, സ്വർഗസ്ഥന പിതാവേ എന്ന പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം
തൃക്കൺപാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഓ ക്രൂശിതനെ, എന്നിൽ വന്നു വാഴണമേ. ഓ സ്നേഹനിധേ, എൻ്റെ ഉള്ളിൽ വാഴണമേ. യോഗ്യമല്ലെൻ്റെ ഹൃദയമെന്നാലും അലിവു തോന്നണമേ. പാപിയാമെന്നിൽ ഓ ക്രൂശിതനെ, എന്നിൽ വന്നു വാഴണമേ. ഓ സ്നേഹനിധേ, എൻ്റെ ഉള്ളിൽ വാഴണമേ. യോഗ്യമല്ലെൻ്റെ ഹൃദയമെന്നാലും അലിവു തോന്നണമേ. പാപിയാമെന്നിൽ ദിവ്യകാരുണ്യമേ, എൻ്റെ ഈശോനാഥനെ, നിന്റെ ദിവ്യ സ്പർശനം കാത്തിരിപ്പൂ ഞാൻ. ദിവ്യകാരുണ്യമേ, എൻ്റെ ഈശോനാഥനെ, നിന്റെ ദിവ്യ സ്പർശനം കാത്തിരിപ്പൂ ഞാൻ. ദൈവസ്നേഹം രൂപമായ ദിവ്യകാരുണ്യം, മർത്യനായി ദൈവമേകും ദിവ്യമാമന്ന. ദൈവസ്നേഹം രൂപമായ ദിവ്യകാരുണ്യം, മർത്യനായി ദൈവമേകും ദിവ്യമാമന്ന. ജീവനിൽ അലിയുമേ ദൈവസ്നേഹാഗ്നി, ജീവനിൽ പടരണം ദിവ്യജ്വാലയാ. ദിവ്യകാരുണ്യമേ,
എൻ്റെ ഈശോനാഥനെ, നിന്റെ ദിവ്യ സ്പർശനം കാത്തിരിപ്പു ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, താഴ്മയോട് അപേക്ഷിച്ചുകൊണ്ട് ദിവ്യരഹസ്യത്തിൻ്റെ ദാനങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചുവല്ലോ. അങ്ങനെ അങ്ങേ പുത്രൻ തൻ്റെ അനുസ്മരണത്തിനായി ഞങ്ങളോട് കൽപ്പിച്ചതനുസരിച്ചുള്ള ഈ ദാനങ്ങൾ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ വർധനയിലേക്ക് ഞങ്ങൾ നയിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ഈശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലി പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. സമുദ്രധാരമേ മേരി മാതേ, സ്വർഗതീരമേ